പറയുമ്പോൾ എല്ലാവരും GP ഹാർട്ട് ത്രോബാണ്. കുറേ ഇപ്പം ഇന്നും ഇവിടെ പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ ആണ് ഇവൻ്റെ ഓട്ടോഗ്രാഫ് ഇതിനു വേണ്ടി. അപ്പം പെണ്ണുങ്ങളുടെ മനസ്സിൽ ജയിക്കേറി. അപ്പം ഈ ഒരു സിനിമയിൽ ഷർട്ട് ഇല്ലാണ്ട് ഒരു സീനിൽ GP അഭിനയിച്ചിട്ടുണ്ട്. ചിരിക്കണ്ട ഇത് എന്നെയൊക്കെ ഭയങ്കരമായിട്ട് മാനസികമായി ഞാൻ തകർന്നു. എൻ്റെ അടുത്ത് ആ ട്രെയിലറിൽ ഇത് വാർണിംഗ് തന്നിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് കണ്ണടച്ചാലും കണ്ടു. സോ എങ്ങനെയാണ് നിങ്ങൾ എക്സസൈസ് ചെയ്ത് ആ ഒരു മസിൽസ് നിങ്ങൾ ഉണ്ടാക്കിയത്? ഞാൻ വീണ്ടും ഒരു ചാനലിലും ഒരു അവതാരികയും എന്തായാലും സുംബ ഡാൻസർ ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ രഞ്ജിത്ത് സാർ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ നല്ല ബോഡി ഉള്ള ഒരു മാൻ നമ്മുടെ ഇപ്പൊ മലയാള സിനിമയിൽ. ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള സിക്സ് പാക്കോ അല്ലെങ്കിൽ ഭയങ്കര ബോഡി ബിൽഡിംഗ് വേണ്ട. പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ആദ്യം അജുവിനെയാണ് ഈ ഒരു സൂംബ സംഭവമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ഇപ്പൊ സൂംബ പഠിപ്പിച്ചത് മാമാങ്കത്തിലുള്ള പൂർണിമയാണ് നമുക്ക് പഠിപ്പിച്ചത്. അപ്പൊ പൂർണിമ തുടക്കത്തിലേ പറഞ്ഞു അവിടെ ഫിറ്റ് ആവില്ല. കാരണം സൂംബ ട്രെയിനർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എലമെന്റ് ഓഫ് ആ ക്യാരക്ടറിന് ഒരു ഇത് വേണം. അപ്പൊ എനിക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ജിമ്മിൽ പോലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ വലിയ തിരക്കേടില്ലാത്തൊരു ശരീരം ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് സൂംബ ഇൻസ്ട്രക്ടർ ആവാം എന്ന് ബിലീവബിൾ ആണ് കുറച്ചും കൂടെ ബോഡി നേച്ചർ. പക്ഷേ സ്വാഭാവികമായിട്ടും സൂംബ ഇൻസ്ട്രക്ടർ ആയതുകൊണ്ടും ഇടയ്ക്ക് ഷട്ടൂരണ്ടി വരുമ്പോൾ ഈ ഷട്ടൂരന്റെ കാര്യമൊക്കെ എൻ്റെ അടുത്ത് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ഷൂട്ട് തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പോ അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ടാ പറഞ്ഞ് 6 ദിവസം ഞാൻ പോയി കഷ്ടപ്പെട്ട് ജിമ്മിലേക്ക് പോയി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ 6 ദിവസം ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. 6 ദിവസം. പക്ഷെ എനിക്കുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ബോഡി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര ഫിസിക്കൊന്നും ആവശ്യമില്ല. ഉള്ളത് നീറ്റ് ആയിരിക്കണം. ഭാഗ്യത്തിന് ആ സമയത്ത് നീറ്റായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വലിയ തിരക്കേടില്ലാത്തൊരവസ്ഥയായതുകൊണ്ട് ഇതാക്കി. സിനിമയുടെ പേര് പ്രേതം എന്നാണ്, പക്ഷെ നമ്മൾ സംസാരിക്കുന്നതിലൊന്നും പ്രേതമല്ല. നീ ഇരിക്കണ്ടല്ലോ. ശരിക്കും എന്താണ് ഈ പ്രേതത്തിന്റെ കാര്യം എനിക്കും ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ബിക്കോസ് ഫുൾ സിനിമ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഒരു പ്രേത സിനിമ. ഇപ്പൊ ടു ബി വെരി ഫ്രാങ്ക്, നിനക്ക് എന്നെ നന്നായി അറിയുന്നതുകൊണ്ട് നിനക്ക് ഈ ഒരു ഫാക്റ്റും അറിയാം, എനിക്ക് ഹൊറർ ഫിലിംസ് പേടിയാണെന്നുള്ളത്. എനിക്ക് നല്ല പേടിയാണെന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഞാൻ പൊതുവേ ഹൊറർ സിനിമ കാണാത്തൊരു വ്യക്തിയാണ്. ഒരു വിരോധാഭാസമാണ് പ്രേത സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നു എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഒരു സിനിമ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കില്ല. ഇപ്പൊ നമ്മുടെ ഈ സിനിമ അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേത സിനിമ കാണാൻ പേടിയുള്ളവർ തിയേറ്ററിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സിനിമ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഫ്രണ്ട്ഷിപ്പാണ്. ഈ 3 പേരുടെ ഗെറ്റ് ടുഗെദർ. പ്രേതം ഉണ്ടാവുന്ന വളരെ രസകരമായിട്ടുള്ള സന്ദർഭങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു യങ് സ്പിരിറ്റ്. ഇപ്പൊ ഇതിന്റെ കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ 3 പേര്, ഞാൻ, അജു, ഷറഫ്, പേളി, ധർമ്മജൻ ആൻഡ് ജയസൂര്യ. അപ്പൊ ഇത്രയും ആൾക്കാർ വരുമ്പോ ഉണ്ടാവുന്ന ഒരു എനർജി, അതിനകത്ത് പല പല രസങ്ങൾ. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ തിയേറ്ററിൽ പോയിരുന്ന് ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ ഇമോഷൻസ്, ഒരു ഇതുവരെ കണ്ട ഒരു സ്ഥിരം ക്ലീഷേ പ്രേതപടം. പിന്നെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങും. ഇതൊരു പസിലാണ്, ആൾക്കാർ സോൾവ് ചെയ്ത് തുടങ്ങും, ജനങ്ങളാണ് സോൾവ് ചെയ്യുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അതിൽ ഇഷ്ടമായ ഒരു സംഭവം, അതിനകത്ത് ഹൈലൈറ്റ് ഉള്ളത് പോയവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഡിന്നി എന്ന് ജയേട്ടൻ പറയുന്നത് ഭയങ്കര രസമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത്തരം സ്റ്റേറ്റ്മെന്റിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രേതത്തിൽ വിശ്വസിക്കപ്പെടും. പക്ഷെ അതിനേക്കാൾ പവർഫുൾ മറ്റേ സ്റ്റേറ്റ്മെന്റാ നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട്. ആഫ്റ്റർ ഡെത്ത് തോന്നിയിട്ടുണ്ട് ആഫ്റ്റർ ഡെത്ത് എന്താണ്? അത് പലർക്കും പല നോഷൻസ് ആണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആലോചിക്കും, പോയവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. മാത്രല്ല എങ്ങനെ പോയി എന്നുള്ളതാണ്. ഇപ്പൊ നല്ല മരണാണെങ്കിൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ കറങ്ങി നടക്കും എന്നുള്ളൊരു അങ്ങനെ പല രീതിയിൽ ആൾക്കാർ പറയും. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷെ ആ സെന്റൻസിൽ ഒരു രസമുണ്ട്, ഒരു എലമെന്റ് ഓഫ് പേടി ഉണ്ടെങ്കിലും അതൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേടിയാണ്. കാരണം പോയവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി, അങ്ങനത്തെ രീതി പറയുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, പ്രേതം എന്ന സിനിമയിൽ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ പേളിക്ക് കിട്ടിയ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ പ്രേതത്തിൽ അഭിനയിക്കും. സ്വാഭാവികമായിട്ട് പ്രേതം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, പ്രേതം എന്ന് പറയുമ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ട് തോന്നും സ്ത്രീ ആണ് പ്രേതം. നമ്മൾ കണ്ട പ്രേതസിനിമയിൽ വെള്ളസാരിയൊക്കെ എടുത്തിട്ട്. അപ്പൊ പേളിയാണോ പ്രേതം എന്ന് ചോദ്യം വന്നിട്ടുണ്ടോ? ആദ്യം എന്താ പറ്റുമെന്ന് വെച്ചാൽ രഞ്ജിത്ത് ഈ പ്രേതം മൂവി എന്ന് പറഞ്ഞപ്പോ ഞാൻ ആരോടും പറയണ്ടെന്ന് വിചാരിച്ചു. ബിക്കോസ് എന്തായാലും ഇത് അറിയുന്ന അന്ന് തൊട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു റിലീസിന് തൊട്ട് മുൻപ് അറിയിക്കാം ഞാൻ ഉണ്ടെന്ന്.
ഇതെന്താ ഷൂട്ടിന് മുൻപേ രഞ്ജിത്ത് സാർ പോസ്റ്റിൽ എല്ലാവരുടെ പേര് അപ്പൊ ഞാനിങ്ങനെ ഈശ്വര. അപ്പൊ എല്ലാരും ചോദിക്കാൻ തുടങ്ങി പേടിയാണോ പ്രേതം? ഞാൻ പറഞ്ഞു അതെ, തനിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ ആദ്യമൊക്കെ ആയിരിക്കാം എന്നൊക്കെ ആയിരുന്നു. പിന്നെ പിന്നെ വട്ടാവാൻ തുടങ്ങിയിട്ട് കൂടെ എല്ലാരും പ്രേതം പ്രേതം എന്നൊക്കെ അതെ, തനിക്ക് എന്താ പ്രശ്നമുണ്ടോ? പ്രേതം ദേഷ്യം വന്ന് എന്തൊക്കെ ചെയ്തു കടിക്കും, കീറും. അതായിരുന്നു എന്റെ അവസ്ഥ. അത് എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്റെ ഏറ്റവും കൂടുതൽ. അത് വിടും, പ്രേതം ചോദിക്കുന്നോട്ടെ. പൊതുവെ പ്രേത സിനിമകളിൽ അഭിനയിക്കുമ്പോൾ എസ്പെഷ്യലി ആക്ട്രസുകൾക്ക് എന്തെങ്കിലും ഒരു എൻകൗണ്ടർ ഉണ്ടാവാറുണ്ട്. നിന്റെ ഈ നോട്ടത്തിൽ നിന്ന് എനിക്കറിയാം നീ എന്തോ ഞാൻ കാര്യമായിട്ട് പറയാം, ഞാൻ ചുമ്മാ ചോദിക്കുന്നല്ല. പൊതുവെ പ്രേത സിനിമകളിൽ അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ചും ഫീമെയിൽ ആക്ട്രസുകൾക്ക് എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. അത് നീ വേണമെങ്കിൽ ഗൂഗിളിൽ പോയി നോക്കി, നീ ഗൂഗിൾ ഒന്ന് വിക്കിപീഡിയ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇതുവരെ ചെയ്ത ഹോളിവുഡ് ഹൊറർ പടങ്ങളിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഒരു എൻകൗണ്ടർ നന്നായി ആലോചിക്കും. നിനക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും അതുപോലെ തന്നെ? എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ ഈ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലുള്ള കുട്ടിയാണ്, അതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല. പള്ളിയിലോ? ശരിക്കും? പിന്നെ ഇന്നും കൂടി മെഴുകുതിരി എത്തിച്ചേ ഉള്ളൂ. ഇപ്പൊ പ്രേതത്തിന്റെ പ്രൊമോഷനായിട്ട്. സത്യമായിട്ടും ഒരു എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടാവും ഷെയർ ചെയ്യാൻ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒന്നും ഇല്ലടാ. ഞാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുള്ള കുട്ടിയല്ല. ഞാൻ ഉണ്ടാവാൻ നിനക്കുണ്ടായിരുന്നോ? എനിക്കുണ്ടാവില്ല. എനിക്ക് നിന്നെ കാസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്ത് എക്സ്പീരിയൻസ് ആണ് പ്രേതത്തിൽ സംഭവിക്കാനുള്ളത്. ഇങ്ങനത്തെ പെണ്ണുങ്ങൾ കുറച്ച് നാളത്തേക്ക് അബ്നോർമൽ ആയിരിക്കും എന്നുള്ളതാണ്. ഈ ഇതിലിങ്ങനെ ആക്ട് ചെയ്തതിന് ശേഷം കുറച്ച് നാളത്തേക്ക് അവർക്ക് ആ ഒരു ക്യാരക്ടറായിട്ട്. അപ്പൊ നിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാവാനാണ്, നീ എപ്പോഴും അതുകൊണ്ടാണ് ചിലപ്പോ ഇങ്ങനെയൊക്കെ അടങ്ങി ഒതുങ്ങി പേളി ഇന്റർവ്യൂ കൊടുക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിൽ അഭിനയിച്ചുകൊണ്ടായിരിക്കും കുറച്ചൊരു എലമെന്റ് ഓഫ് നോർമൽ ഒരു അവസ്ഥ വരുന്നത്. പക്ഷെ നോർമൽ പേളി നോർമൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേളി ഫാൻസിന് ഭയങ്കര പ്രശ്നം.